നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സിദ്ധുവേട്ടനെ എന്റെ സ്വന്തം ചേട്ടനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നുവെച്ച് എന്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാൻ പാടില്ല ഋഷി. അതിന് ഞാൻ സമ്മതിക്കില്ല, ഒരു കാലത്ത് സമ്മതിക്കില്ല. ഗോപിക, കാം ഡൗൺ. താനൊന്ന് സമാധാനപ്പെടും. ഹലോ സർ, എന്തായി സർ? എന്റെ മോനെ കിട്ടിയോ? ശരി സർ, ഒന്ന് വേഗമാക്കണേ സർ. എന്തായി മഹേട്ട, പോലീസുകാർ അവിടെ എത്തിയോ? അവരേതാണ്ട് ഗോഡൌണിനടുത്ത് എത്താറായിന്ന് SI പറഞ്ഞത്. പോലീസ് പെട്ടെന്ന് അവിടെ എത്തി. ദേവികയെ സിദ്ധുവിനെ രക്ഷിച്ചാ മതിയായിരുന്നു. അല്ലാതെ അവൾ ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കയറുമ്പോ അവളെയും കൂടി അവര് പിടിച്ചു വെച്ചാലോ? ഈശ്വര, ദൈവമേ, എന്റെ സിദ്ധു. ഈശ്വര, ആര് വന്നല്ലോ? ജാനകി വാ. ദേവിക, സിദ്ധാർത്ഥനെ അകത്തുണ്ടാക്കിയിട്ട് വാ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. അതെന്തിനാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? ആനന്ദനും കൂടി ചേർന്നല്ലേ സിദ്ധുവിനെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ആനന്ദനും വരണം. ആനന്ദനെ സിദ്ധുവിന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് കാണട്ടെ. വാ. അല്ല, അതിപ്പോ എന്താ ആനന്ദ, വാ. സിദ്ധു, മോനെ, എന്താടാ? അമ്മേ, കുട്ട. അയ്യോ, ദേവിക, മോനെ, മോനെ കുട്ട. ആള് പകുതി മയക്കത്തില്. അകത്തുകൊണ്ടേ കിടത്തുന്നതാ നല്ലത്. ദേവിക, ഭദ്രൻ എന്റെ മോനെ എന്തെങ്കിലും? പേടിക്കാനൊന്നുമില്ല, ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ മാറിക്കോളും. ആ ഗോഡൌണിൽ വെച്ച് സിദ്ധാർത്ഥനെ രക്ഷിക്കാൻ വേണ്ടി ഭദ്രനുമായിട്ട് ചെറിയൊരു സ്ട്രഗിൾ ഉണ്ടായി. അതിനിടയില് സിദ്ധാർത്ഥൻ മയങ്ങിപ്പോയതാ. ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും? വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടറെ പറഞ്ഞ് ഒന്ന് ഉറങ്ങി എഴുന്നേക്കുമ്പോ ക്ഷീണം മാറിക്കൊള്ളുന്നു. ദേവിക, നിന്നോട് ഞാൻ എങ്ങനെയാ നന്ദി പറയണ്ടേ? എത്ര നന്ദി പറഞ്ഞാലും മതിയാവുക. പറയാൻ എനിക്ക് വാക്കുകളില്ല. ശരിക്കും എന്നോടല്ല നന്ദി പറയേണ്ടത്, ആനന്ദനോടാ. കൃത്യസമയത്ത് ആനന്ദം വന്നതുകൊണ്ടാ കുട്ടനെ രക്ഷപ്പെടുത്താനായത്. അല്ല, ഇത് മനസ്സിലായില്ല. അയ്യോ, ആനന്ദനെ ഇവിടെ ആർക്കും പരിചയമില്ലല്ലേ? കുട്ടന്റെ ആലോചനയ്ക്ക് മുൻപ് എനിക്കൊരു വിവാഹാലോചന വന്നിരുന്നു പറഞ്ഞില്ലേ? അത് ഈ ആനന്ദന്റെ ആലോചനയായിരുന്നു. സിദ്ധാർത്ഥനെ അകത്തുകൊണ്ടേ കിടത്തിക്കോ. എന്റെ മോനെ സമയത്തെത്തി രക്ഷിച്ചതില് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. മുത്തശ്ശന എന്നോട് കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞത്. പണ്ട് മുതൽക്കേ വളരെ അടുപ്പമുള്ള കുടുംബമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ദേവികയ്ക്കും ഇവരുടെ കുടുംബത്തിനും ഒരു ആവശ്യം വന്ന അതിലിടപെടേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഈ ചെയ്ത സഹായത്തിന് ഞങ്ങൾ ആനന്ദനോടെന്നും കടപ്പെട്ടിരിക്കും. മോളെ, എന്നും എന്റെ മകന് ഇതുപോലെ നീ തുണയുണ്ടാവണം. ഇവനെ പഴയ സിദ്ധുവാക്കി മാറ്റണം. അതിന് നീ തന്നെ വിചാരിക്കണം. നിന്നെ കൊണ്ട് മാത്രമേ ഇവനെ സുഖപ്പെടുത്താനും ഇതുപോലെ സ്നേഹിക്കാനും രക്ഷിക്കാനും കഴിയൂ. നമുക്ക് കുട്ടനെ അകത്തുകൊണ്ടേ കിടത്താം. വാ മോളെ, വാ മോനെ, വാ കുട്ട.
മുത്തശ്ശനോടും ദേവിക ചേച്ചിയോടും ഞാൻ എന്താ പറഞ്ഞേ? എന്നിട്ട് എന്താ അവിടെ നടന്നത്? സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹത്തിന് ദേവിക ചേച്ചി സമ്മതിച്ചു അല്ലേ? അതെ, അവള് സമ്മതിച്ചു. ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? ചേച്ചിയുടെ ബുദ്ധിയും വിവേകവും ചിന്താശേഷിയൊക്കെ നശിച്ചു പോയോ? ഞാൻ എന്തു പറയാനാ മോളെ? മുത്തശ്ശന് ചേച്ചി തടയാൻ പാടില്ലായിരുന്നോ? ഞാൻ അവളോട് പറഞ്ഞു നോക്കിയതാ, പക്ഷെ അവളത് വകവച്ചില്ല. നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം അവള് പറഞ്ഞ്. കൊള്ളാം. ഇതാണോ നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം? അറിഞ്ഞുകൊണ്ട് ജീവിതം നശിപ്പിക്കുന്നതിന് തുല്യ ഇത്. ശരി, ചേച്ചി ചേച്ചിയുടെ തീരുമാനം എടുത്തോട്ടെ. പക്ഷെ സിദ്ധുവേട്ടനും ദേവികേച്ചയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. ഗോപിക പറയുന്നേ. മോളെ മോളെ ഋഷി, ഞാനൊരു കാര്യം പറയാം. എന്റെ ചേച്ചിയും സിദ്ധുവേട്ടനുമായിട്ടുള്ള വിവാഹം നടക്കില്ല. സിദ്ധുവേട്ടനെ എനിക്ക് ഇഷ്ടമൊക്കെയാ, ഒരുപാട് ഇഷ്ടം, ബഹുമാനവും ഉണ്ട്. സിദ്ധുവേട്ടനെ എന്റെ സ്വന്തം ചേട്ടനായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്നുവെച്ച് എന്റെ ചേച്ചിയുടെ ജീവിതം നശിക്കാൻ പാടില്ല ഋഷി. അതിന് ഞാൻ സമ്മതിക്കില്ല, ഒരു കാലത്ത് സമ്മതിക്കില്ല. ഗോപിക, കാം ഡൗൺ. താനൊന്ന് സമാധാനപ്പെടും. അവര് തമ്മിലുള്ള വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, വാക്ക് ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി സമയമുണ്ട്. നാളെ ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവില്ലേ? അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാനല്ലേ പറയുന്നു. ഹരി. ചേട്ടാ, ഋഷിയുടെയും ഗോപികയുടെയും ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. നാളെ ഡിസ്ചാർജ് ചെയ്യുക. നാളെ ഡിസ്ചാർജ് ആണെന്നോ? അതെ, നാളെ ഞങ്ങൾ അങ്ങ് എത്തും. എല്ലാവരോടൊന്നും പറഞ്ഞേക്ക്, ഞാൻ രാവിലെ വിളിക്കാം. അതെ. എടാ ഹരി, എടാ ഫോൺ കട്ട് ചെയ്തല്ലോ. ആരായിരുന്നു മഹേട്ടാ? ഹോസ്പിറ്റലിൽ നിന്ന് ഹരിയാ വിളിച്ചത്. നാളെ ഋഷിയും ഗോപികയും ഡിസ്ചാർജ് ചെയ്യുന്നു. അയ്യോ അമ്മേ, ഈശ്വരാ, ഇപ്പോഴാ സമാധാനായേ. എത്ര ദിവസമായിട്ട് അവര് ആശുപത്രിയിൽ കഴിയാ. ഇപ്പോഴെങ്കിലും അതിൽ നിന്നൊരു മോചനം ഉണ്ടായല്ലോ. ഇന്നിനി ഏതായാലും എനിക്ക് ഉറക്കമുണ്ടാവില്ല. അവരെ കാണണം, മനസ്സിന്റെ പെടപെടപ്പൊന്ന് കുറയണമെങ്കിൽ. എന്റെ അവസ്ഥ അത് തന്നെയാ. ഈ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ദോഷങ്ങളും തീരാൻ പോവുകയെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.